ഞാനൊരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഗോതമ്പ് ദോശയിൽ ഒരു പ്രത്യേകതയുണ്ട്. 2-3 ദിവസമായി ഫ്രിഡ്ജിനകത്ത് ഒരു പാത്രത്തിൽ ഞാൻ മറന്നുപോയതാണ്. ആക്ച്വലി ഉഴുന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ്, ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം അതിൻ്റെ കരുവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, ഒരു 4-5 ഉഴുന്ന് വട കിട്ടത്തക്ക രീതിയിലുള്ളത്. അപ്പം ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് അതവിടെ കിടന്ന് ഇങ്ങനെ എന്നെ മാടി വിളിക്കുക. അപ്പം ഐ തോട്ട് ലൈക്ക് വൈ നോട്ട് വൈകുന്നേരം ഗോതമ്പും പൊടിയും അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം, കുതിർത്തല്ലല്ലോ എന്താ പറയുന്നത്, കുറച്ച് നേരം അങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് ഒരു തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ തേങ്ങാ ചട്നി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, പുളിയൊന്നുമില്ലാണ്ട്. അപ്പം അത് വെച്ചിട്ട് ചൂടോടെ ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പൊക്കെ ഓൺ ചെയ്തിട്ട് ദോശക്കല്ലൊക്കെ വെച്ചിരിക്കുകയാണ്. ആ കല്ലൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് ചുട്ടെടുക്കണം. അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇത് കുറച്ച് നേരം കൂടി ഇരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി പുളിച്ച് കിട്ടും. പക്ഷെ പുളിപ്പിൻ്റെ ആവശ്യമില്ല എനിക്കിപ്പം. രാവിലത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും പുളിച്ച് വരുമ്പോഴത്തേക്ക്. ഇത് ഓൾറെഡി ഉഴുന്നൊക്കെ അതിൽ കുറച്ച് പുളിച്ച് തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് റൈസ് ഗോതമ്പ് പൊടി, ബാക്കി എല്ലാം നമ്മുടെ സാധാരണ ദോശയ്ക്ക് ഇടുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഊത്തപ്പം ദോശ, അങ്ങനെ ഒരു തവി, കൂടുതലൊന്നും വേണ്ട, ചെറിയൊരു ദോശ. ഒന്ന് പരത്തിയെടുത്തിട്ട് ഇച്ചിരി നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലെണ്ണ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, അതായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് മാവ് വീഴുന്നു, അത് കൈയോടെ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കതൊരു പണിയാവും. ദോശ കാണണ്ടേ, ദോശ, നല്ല ദോശ. നോക്കി കൂതി മുറിക്കുന്നു. അങ്ങനെ ഒരു ദോശ റെഡി. ഇനി അടുത്ത ദോശ പതുക്കെ അടുത്ത തവി എടുക്കുക. ഒരു തവി മതി കേട്ടോ. അതിനെ പതുക്കെ ഒന്ന് കലക്കി കൊടുക്കുക. എത്ര വേണ്ട വെച്ചിട്ട് അതിനനുസരിച്ചിട്ട്. ആവശ്യത്തിന് എണ്ണ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. വിഷമുണ്ട്. ഇത് അവിടെ ഒരു തുള്ളി വീണാലായി, അങ്ങനെ വീഴുന്നത്. രണ്ടാമത്തെ ദോശ റെഡി. ഇനി ഇത് രണ്ടും എടുക്കുക. മാവ് വേണ്ട, മാറ്റി വെച്ചു. ഒതുക്കേണ്ടതൊക്കെ ഒതുക്കുക. എന്നിട്ട് നമുക്ക് ചട്നി, തേങ്ങ ചട്നിയാണ്. കുറച്ച് പിരിയും മുളകുണ്ടായിരുന്നു, അതും ഉപ്പും, ഒരു 2 വെളുത്തുള്ളി, ചെറിയൊരു വെളുത്തുള്ളി ഇട്ട് ഉപ്പും ഇട്ടിട്ട് അരച്ചെടുത്തു. ആവശ്യത്തിന് ചമ്മന്തി, നമ്മുടെ ദോശ. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. തൊടാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. ഇത് നോക്കാം.
അത് നോക്കിക്കേ. ഇനി നമ്മുടെ ദോശ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്നും പറയാനില്ല. എൻ്റെ അടുത്ത ദോശയും ആയി. നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ ഉഴുന്ന് മാവിൻ്റെ ഉഴുന്ന് വട ഉണ്ടാക്കുന്നതിൻ്റെ മാവില്ല, അതിൽ ഉള്ളി, പച്ചമുളക് ഇതൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ബാക്കി മാവ് വരികയാണെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ട് എടുത്ത് വെക്കണം കളയാണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നൊന്നും അറിയാൻ പറ്റില്ല. ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കേടാവും. അതിനെന്ത് ചെയ്യുക വെച്ചാൽ ഡീപ് ഫ്രീസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരത്തില്ല. അപ്പം നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അതിൽ കുറച്ച് മാവ് പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റായിട്ട് എടുക്കാമല്ലോ. ഇതിനകത്തൊന്നും പറയണ്ട കേട്ടോ. 3 ദോശ കഴിക്കാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോയിട്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ രാത്രിയുടെ ഡിന്നർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ ഇതും കൂടി എടുത്തിട്ട് കഴിക്കുന്നു. അവിടെ പോയിരുന്നിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കും. പിന്നെ വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ബൈ.